നമസ്കാരം, കൂടെ ഹോളിഡേയ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചെന്നൈയിൽ നിന്നുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഓഫീസിലാണ് ഉള്ളത്. അപ്പോൾ ആ വിശേഷങ്ങൾ, ചെന്നൈയിലെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ആ ജോലിക്ക് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കടമ്പ കടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്തതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട്, നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എത്ര ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടും, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ ജോലി കിട്ടും എന്നൊക്കെ വിചാരിച്ച് യൂറോപ്യൻ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. ഒരുപക്ഷെ മറ്റു ജോലികൾക്കൊക്കെ ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരു വെൽഡറായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ, അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ, അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡിലോ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെയോ അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെയോ അതല്ലെങ്കിൽ ജിപ്സം ബോർഡിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ ടോട്ടൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഹെൽപ്പറായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ ലെറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനൊരു കടമ്പ, അതായത് പക്ക നിങ്ങൾക്ക് ആ വർക്കിന് തന്നെ പോയി ആ വർക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോരേണ്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കടമ്പകൾ കടക്കണം. അപ്പോൾ വിശദമായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടെ അമർത്തിയിട്ടാൽ മാത്രമാണ് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെന്നൈയിലേക്ക് നമ്മൾ പോയത് പ്രധാനമായിട്ടും ഈ ഒരു ജോലി, അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾക്ക് പ്രധാനമായിട്ടും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഇപ്പോൾ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ആയുർവേദ തെറാപ്പിസ്റ്റുകളായിട്ടുള്ളവരുണ്ടാവും, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുണ്ട്, അതേപോലെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും വിദേശത്തേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് കയറി പറ്റുക, അവിടെ ചെന്നിട്ട് വേറെ ഏതെങ്കിലും ജോബിലേക്ക് മാറുക, ഇതൊക്കെ കൺസെപ്റ്റിലേക്ക് കൂടിയായിരിക്കും വരിക. അപ്പോൾ ചില ജോബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഈ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ട്രെയിനിങ് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ആ ട്രെയിനിങ് എങ്ങനെയായിരുന്നു, അത് അവിടെ നടക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് പറയാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് 1 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. ആ 1 മാസത്തെ ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് വെൽഡിങ് ഉണ്ട്, ജിപ്സം ബോർഡിൻ്റെ വർക്ക് ഉണ്ട്, പൈപ്പ് ഫാബ്രിക്കേഷൻ ഉണ്ട്, നമ്മുടെ കമ്പി കെട്ടുന്ന പരിപാടി, അതായത് വാർക്കപ്പണിക്ക് ബീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പി വളച്ച് കമ്പി കെട്ടി ബീം ഉണ്ടാക്കി അങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് കാണിക്കേണ്ട വർക്കുകൾ. അപ്പോൾ ഇതിനൊക്കെ ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ വർക്കിന് പോകുന്നത് എങ്ങനെയാണോ, അതായത് നമ്മളൊരു വാർക്കപ്പണിക്ക് പോകുന്നത് എങ്ങനെയാണോ, അവിടെ സിമെൻറ്റും മണലും കൂട്ടി നമ്മൾക്ക് ഇത് വാർക്കാനായിട്ട് പറയുന്നില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വെൽഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് അത് അടിച്ച് തിരിച്ച് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പിന്നീട് കട്ട് ചെയ്ത്, പൈപ്പ് ഫാബ്രിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ 2 പൈപ്പുകൾ നമുക്ക് എങ്ങനെ ജോയിൻറ്റ് ചെയ്ത് എടുക്കാം, അതായത് ഈ വെൽഡർ തന്നെ പലതരത്തിലുള്ള ആർക്ക് വെൽഡിങ് ആണെങ്കിലും മറ്റുള്ള എല്ലാ രീതിയിലും ജസ്റ്റ് ഒരു അവയർനെസ്, വെൽഡിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ജിപ്സം ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിമിൽ നമ്മൾ വിൻഡോയും ഡോറും സ്ലൈഡിങ് ഡോറും അതേപോലെ തന്നെ വാളും എല്ലാം ഫിക്സ് ചെയ്ത് കൃത്യമായിട്ട് അതിനെ ചെയ്ത് കാണിക്കണം. നമ്മളതിനെ ചെയ്ത് കാണിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ജോലി. അതായത് നമ്മൾ റിയൽ എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്ത് കാണിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പല ആളുകളെ കണ്ടായിരുന്നു. അതിൽ ചെറിയ പിള്ളേർ തുടങ്ങി ഒരുവിധം ഒരു 35-40 വയസ്സുള്ള ആളുകൾ വരെ. ഈ ആളുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക്, അതായത് ഇവിടെ നമ്മളുടെ നോർമലായിട്ട് പണിയെടുത്ത് നടക്കുന്ന ആളുകൾക്ക് വലിയ കുഴപ്പമില്ല, അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു നിരാശ, അവരുടെ മുഖത്ത് ആ ഒരു പണിയെടുക്കേണ്ട വരുമ്പോഴുള്ള നിരാശ നമ്മൾ ശരിക്കും കണ്ട് മനസ്സിലാക്കിയിട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയുടെ ആളുകൾ വന്ന് സംസാരിക്കുകയാണ് ഈ ട്രെയിനിങ് സെൻറ്ററിൽ. അതായത് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, നിങ്ങൾ എന്ത് ജോലിക്കാണ് പോകുന്നത്, നിങ്ങൾ ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഫുൾ ടൈം വർക്കറെയാണ് ആവശ്യം. അതായത് എത്ര വർഷത്തേക്കാണോ ജോബ് കോൺട്രാക്റ്റ് വരുന്നത് അത്രയും വർഷം നിങ്ങൾ അവിടെ വർക്ക് ചെയ്യണം. ഈ ഒരു കണ്ടീഷനിലാണെങ്കിലാണ് നിങ്ങൾ വരിക.
നിങ്ങൾക്ക് അവിടെ ജോലിക്ക് വേറെ ജോലിക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ അന്വേഷിച്ചാൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അതേപോലെ തന്നെ വ്യക്തമായിട്ട് ഉള്ള കാര്യങ്ങൾ, എത്രയാണ് അടിസ്ഥാനമായിട്ടുള്ള ശമ്പളം, എത്രയാണ്, ഏത് കമ്പനിയിലേക്കാണ് എടുക്കുന്നത്, എത്രയാണ് ഓവർ ടൈം വരുന്നത്, നിങ്ങൾക്ക് ഫുഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കമ്പനിയുടെ ആളുകൾ വന്ന് വിശദീകരിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നീട് അതിന് ശേഷം അതിൻ്റെ വർക്ക് പെർമിറ്റ് വന്ന് അതിനുശേഷം പിന്നെ വിസയുടെ പ്രോസസ്സിങ്ങിലേക്ക് വന്നു അതിനുശേഷമാണ് ഈ ആൾ കയറി പോകുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അക്കോമഡേഷനും അവർ അറേഞ്ച് ചെയ്യുകയാണ്. ഈ 1 മാസത്തേക്കുള്ള ട്രെയിനിങ് ഒപ്പം അതിൻ്റെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ബെഡ്, നമ്മളുടെ ഈ താഴെ മുകളിലൊക്കെ ആയിട്ട് ഉള്ള ബെഡ്, ഒരു റൂമിൽ ഒരു 8 പേർക്കൊക്കെ അല്ലെങ്കിൽ 10 പേർക്ക് കിടക്കാവുന്ന രീതിയിൽ 2 സ്റ്റെപ്പായിട്ടുള്ള ബെഡ് കാര്യങ്ങൾ, ബെഡ് മീൻസ് അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറേ ബാത്റൂമുകൾ ഒരുമിച്ച്, പിന്നെ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആ ട്രെയിനിങ് സെൻറ്ററിൽ തന്നെ അതിനാളെ വെച്ചിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് ചായ, രാത്രിയിലത്തെ ഭക്ഷണം, ഇങ്ങനെ അവിടുത്തെ ഭക്ഷണം. അതും നിങ്ങൾ ഓർക്കുക തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ഭക്ഷണത്തിന് ടേസ്റ്റ്, രാവിലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് സാമ്പാർ ചോറ്, അതായത് സാമ്പാറും ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഉപ്പാവ് പോലെ നമുക്ക് തരുന്ന ഒരു ഭക്ഷണം. ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചരിച്ചോറും സാമ്പാറും രസവും പിന്നെ ഒരു അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങൾ. വൈകുന്നേരം രാവിലെ ഉച്ചയ്ക്ക് എന്താണ് ഭക്ഷണം അത് തന്നെയായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന, നമ്മൾ ഇങ്ങനെ ബാത്റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല പലർക്കും. അപ്പോൾ ആ രീതിയിൽ കാര്യം നീറ്റാണെങ്കിൽ തന്നെ അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, നേരത്തെ ലേബർ ക്യാമ്പിലൊക്കെ ജീവിച്ച ആളുകൾക്ക് ഒരു പക്ഷേ നല്ല ഇതായിട്ട് പോകാൻ പറ്റും. പിന്നെ അത്രയ്ക്കും നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ളൊരു ആവേശമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ജോലിക്ക്, അതും കൃത്യമായിട്ട് നമ്മളിപ്പോൾ പറയുന്നത് ഇത് ഇന്ന ജോലിക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആളെ കൊണ്ടുപോകുന്നത്. ഒരു കാരണവശാലും അവിടെ ചെന്നിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇന്ന ജോലികൾക്ക് ഇന്ന ട്രെയിനിങ് ഉണ്ടാവും, ഇന്ന ജോലികൾക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ആ ജോലിക്കാണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനകത്തേക്ക് ആളെ അറേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ മീൻസ് കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സുകൊണ്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ എന്ത് ജോലിക്കാണ് പോകാൻ പോകുന്നത്, നമ്മൾ എങ്ങനെയായിരിക്കും, നമുക്ക് അവിടെ കഷ്ടപ്പാടുകളുണ്ടാവും, ഇത് തയ്യാറാവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരിട്ടുള്ള ഒരു അനുഭവം വെച്ച് കഴിഞ്ഞാൽ, ഒരുമിച്ച് യാത്ര ചെയ്ത് അവിടെ എത്തി തിരിച്ചു പോരുന്ന ആളുകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഇതെല്ലാം ഒരു ചെയിനാണ്. ഒരു ഏജൻറ്റ്, സബ് ഏജൻറ്റ്, ബ്രോക്കർമാർ, അതിൻ്റെ ഏജൻറ്റുമാർ, പിന്നെ ഏജൻസി, അങ്ങനെ ട്രെയിനിങ് സെൻറ്റർ, ഇങ്ങനെയൊക്കെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഒരു ചെയിനിൽ മുകളിൽ നമ്മൾ പൈസ കൊടുത്താലാണ് അടുത്ത ആളുകളെ മുട്ടിച്ചേരുള്ളൂ. ഇങ്ങനെ ഒരു ചെയിൻ പൈസമയാണ് എപ്പോഴും ഈ ഒരു ജോബിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു 5 ആൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ 5 ആൾക്ക് ഇത്ര എമൗണ്ട് വെച്ചിട്ട് കമ്മീഷൻ കൊടുത്താലാണ് അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പൈസ കൊടുത്ത് 5 പേരെ വിളിച്ച് ഈ ട്രെയിനിങ് സെൻറ്ററിൽ കൊണ്ടുപോയി അവിടെ പൈസ കൊടുത്ത് നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് ചെയ്ത് പകുതിക്ക് വെച്ചിട്ട് ഈ കാൻഡിഡേറ്റ് പറയുകയാണ് ഞാനില്ല, ഞാൻ തിരിച്ചു പോരാണ്, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല, എൻ്റെ പൈസ തിരിച്ചു തന്നേക്കും എന്ന് പറയുമ്പോൾ ഈ കൊണ്ടുപോകുന്ന ഏജൻറ്റിനും ആരും ആയിക്കോട്ടെ, ഏജൻറ്റിനും എല്ലാവർക്കും അത് വളരെ 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 ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ട്. ഞാൻ അവിടെ ആ ഏജൻസിക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് എനിക്ക് ഇത്ര തിരിച്ച് കിട്ടിയുള്ളൂ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേസമയം അവർ പറഞ്ഞ ജോലി, ഈ കാൻഡിഡേറ്റ് പറയുന്ന ജോലി, ഏജൻറ്റ് പറയുന്ന ജോലി, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ജോലിക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത സാലറിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ പറയുന്ന ജോലി, പറയുന്ന ശമ്പളം, പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ചെന്നതിന് ശേഷം എനിക്ക് പറ്റില്ല, ഞാൻ അവിടെ നിന്ന് കടം മേടിച്ചിട്ടാണ് ഇവിടെ വെച്ചത്, ഞാൻ ലോൺ എടുത്തിട്ടാണ് പൈസ വെച്ചത്, ഞാൻ വണ്ടി പണയം വെച്ചിട്ടാണ് പൈസ വെച്ചത്, അതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ പൈസ കിട്ടണം. ഒരു കാലാവധി വയ്ക്കും ഒരു ഏജൻറ്റും ഒരു കാൻഡിഡേറ്റും തമ്മിൽ 3 മാസത്തിന് 4 മാസത്തിനിടയ്ക്ക്, 6 മാസത്തിനും 9 മാസത്തിനിടയ്ക്ക്, ഇങ്ങനെയൊക്കെ ഒരു കാലാവധി വയ്ക്കും. അപ്പോൾ ഈ കാലാവധിക്കുള്ളിൽ നടന്നില്ലെങ്കിൽ ഈ ഏജൻറ്റ് കാൻഡിഡേറ്റ് പൈസ കൊടുക്കണം, നടന്നാൽ കാൻഡിഡേറ്റ് ഏജൻറ്റിന് പൈസ കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്ര കാശ് ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന രീതിയിൽ പോകും. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കും. സ്വാഭാവികമായിട്ടും എഗ്രിമെൻറ്റ് വച്ച് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ മാറുമ്പോൾ ഈ എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെനിഫിറ്റാണ്. അപ്പോൾ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പകുതിക്ക് വരെ വന്നിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം, ഈസി ആയിട്ട്
നമ്മൾക്ക് യൂറോപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കാം, ഈസി ആയിട്ട് ഒരു ജോലി കിട്ടും, എല്ലാം ഈസിയാണ്. 1 ലക്ഷം രൂപ ശമ്പളം. +2 പഠിച്ച ആൾ വരെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ചേട്ടാ എനിക്ക് 1 ലക്ഷം രൂപയാണ് ശമ്പളം എൻ്റെ ആവശ്യം, എന്താണ് നിങ്ങളുടെ സ്കില്ല്, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, എന്താണ് നിങ്ങളുടെ പ്രീവിയസ് വിദേശത്തുള്ള എക്സ്പീരിയൻസ്, ഇതൊന്നും എനിക്കില്ല ചേട്ടാ, പക്ഷേ എനിക്ക് 1 ലക്ഷം രൂപയാണ് ശമ്പളം വേണ്ടത്, അതെനിക്കറിയാം, ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ മതി, അതിന് ഞാൻ 5-6 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് നമ്മളുടെ പലരുടെയും കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റ് മാറണം. നമ്മൾക്ക് ശമ്പളം കുറവായിരിക്കും, ജോലി ഉണ്ടാവും, ഇതൊക്കെ മനസ്സിലാക്കണം. എത്രയാണ് ശമ്പളം എന്നുള്ളതിൻ്റെ ഒരു, നമ്മൾ പറയുന്ന ശമ്പളം 50-60 ഇടയ്ക്ക് ശമ്പളം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അത് കിട്ടും. അപ്പോൾ ഞങ്ങൾ പറയുന്ന ജോലി, നിങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് ഹെൽപ്പർമാർ, അപ്പോൾ ഇന്ന ഫാക്ടറി ആയിരിക്കും, ഇന്ന ഹെൽപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇന്ന രീതിയിൽ വരും, ഇതൊക്കെ വരും. അപ്പോൾ ഇത് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളായിരിക്കണം. അതല്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ അവിടെ ട്രെയിനിങ് സെൻറ്ററിലാക്കി അവിടെ അതിൻ്റെ കാര്യങ്ങൾ അവരൊപ്പം നിന്ന് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരാൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വന്നാൽ നമ്മൾക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണം. ഇന്നതാണ് ട്രെയിനിങ്, ഇന്ന രീതിയിലാണ് ഇവിടെ നടക്കുന്നത്, ഇന്ന കാര്യങ്ങളാണ്, ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, ഇന്ന പോലെയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്, ഇന്ന രീതിയിൽ നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളുണ്ടാവും, ഇത്ര മാസം നിങ്ങൾ കഷ്ടപ്പെട്ടേ മതിയാവും, ഇത്രയാണ് നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടുകൾ. ഇത് എനിക്ക് ഒരാളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, അത് ഞാൻ നേരിട്ട് അനുഭവിച്ച ആളാണ്. അപ്പോൾ എനിക്ക് അത്രയും ആ വരുന്ന ആളുകളുടെ അടുത്ത് അത് പറയാൻ പറ്റും. അത് ഞാൻ പൈസ മുടക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാൻഡിഡേറ്റിന് കൊടുക്കുന്നോ അത്രയും കാശ് മുടക്കിയാണ് ഞാനത് ചെയ്തത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മളുടെ അടുത്ത് വരുന്ന കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ ഞാൻ അറിയാതെ നിങ്ങൾ ട്രെയിനിങ്ങിന് പൊക്കോ എന്ന് പറഞ്ഞു വിട്ടാൽ ഒരു പക്ഷേ ആ കാൻഡിഡേറ്റ് ഒരു കാരണവശാലും അവിടെ കണ്ടിന്യൂ ചെയ്യില്ല. അയാൾ പകുതി തിരിച്ചു വന്നിട്ട് എൻ്റെ പൈസ തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതില്ലാതിരിക്കാൻ ആ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ട്രാവൽ ചെയ്തതും. അത്ര ബുദ്ധിമുട്ടി അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഞാൻ എടുക്കാത്ത പണികൾ കുറേ അവിടെ എടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരാളെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് നിർബന്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളായിട്ട് തന്നെയാണ് നമ്മൾ ചെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളും കൂടി, അതായത് കാൻഡിഡേറ്റും കൂടി ശ്രദ്ധിച്ചു വേണം എടുക്കാനായിട്ട്. അപ്പോൾ വരുന്ന വിശേഷങ്ങൾ, ഇനി അടുത്ത വിശേഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അടുത്ത ജോലിയുടെ വരും. ഓരോ സെക്ഷനായിട്ടാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് മറ്റുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും തന്നിരിക്കുന്ന ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുക. അടുത്തടുത്ത കേസുകൾ വരുമ്പോഴേക്കും നമുക്കത് ചെയ്യാം. ഇപ്പോൾ നടക്കുന്ന ട്രെയിനിങ് ഇതുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ എക്സ്പീരിയൻസാണ് നമുക്ക് നേരിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി വരുന്ന ജോലിയുടെ, അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അത് എഡ്യൂക്കേഷൻ പ്രശ്നം വരുന്നില്ല, ക്വാളിഫിക്കേഷൻ പ്രശ്നം വരുന്നില്ല. ECNR ആയിക്കോട്ടെ, ECR ആയിക്കോട്ടെ, ഏത് പാസ്പോർട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സ്പെസിഫൈ ചെയ്ത് രാജ്യങ്ങൾ പറയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. അത് റൊമാനിയ ആവാം, ലിത്വാനിയ ആവാം, അതേപോലെ മറ്റു രാജ്യങ്ങൾ വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇമെയിൽ അയയ്ക്കുക. ഇമെയിൽ അയച്ച് നിങ്ങൾ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്പർ ഷെയർ ചെയ്ത് തരും. വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലുണ്ട്. നമ്മളുടെ ഈ ചാനലിൽ കൊടുത്തിരിക്കുന്ന വേക്കൻസികൾ മാത്രമാണ് നമുക്ക് നിലവിലുള്ളൂ. പുതിയ വേക്കൻസികളുണ്ടോ, പുതിയ വേക്കൻസികൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നിട്ട് കാര്യമില്ല. നമ്മളുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകളും, അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു എൻക്വയറിയൊക്കെയാണ് നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓടുന്നതും മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു കാൻഡിഡേറ്റിനെ പോലെ തന്നെ ഏതൊരു ഏജന്റിനും പേടിയുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഒരു ഏജന്റിൻ്റെ അടുത്ത് പൈസ ചോദിക്കാം, ഏജന്റിനെ സംബന്ധിച്ചിടത്ത് അയാൾ മറ്റൊരാൾക്ക് പൈസ കൊടുത്തിട്ടും കൂടിയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരുപാട് രാജ്യങ്ങളിലെ വസ്തുതയായിട്ട് നമ്മൾ നേരിട്ട് ഓരോ രാജ്യങ്ങളിലേക്ക് ഇനി ഇറങ്ങും.
അപ്പോൾ ഈ ടൂറിസ്റ്റ് വിസയൊക്കെ അടുത്തടുത്ത മാസങ്ങൾ വരുന്നുള്ള നല്ല ശുഭ പ്രതീക്ഷകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മാർച്ചിലേക്കും മെയ്യിലേക്കൊക്കെ പ്രോഗ്രാമുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് നല്ല രീതിയിൽ വരും. അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ യാത്രകളിലും നമ്മൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാണ്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കൂടെ ഹോളിഡേയ്സിന് വേണ്ടി CC സജീന്ദ്രൻ. താങ്ക് യു.